Hey guys, welcome back to the channel NEET Physics. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം എക്സാം 2021 എന്ന് വെച്ചാൽ ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി നടന്ന ഇന്നത്തെ ഈ ഒരു കീം എക്സാമിന്റെ ഫിസിക്സിന്റെ എൻറ്റയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ എനിക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതുള്ളൂ. ഞാനൊന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസി കമ്പയറിംഗ് ടു പ്രീവിയസ് ഇയേഴ്സ് ഓൾമോസ്റ്റ് ഈസി പേപ്പറാണ് വന്നിരിക്കുന്നത്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈസി ടു മോഡറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നോട്ട് ടഫ് അല്ല, മോഡറേറ്റ് അല്ല, ജസ്റ്റ് ഈസി ടു മോഡറേറ്റ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മേ ബി 72 കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പേപ്പറാണ്. ദെൻ ഞാൻ ഫുള്ളായിട്ട് സോൾവ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാനും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളപ്പോൾ തന്നെ ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത്. സോ എനിക്ക് മിനിമം വേണം ഓരോന്നും സോൾവ് ചെയ്യാൻ. സോ അതിനു മുമ്പ് ഞാൻ വീണ്ടും പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്കപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ആസ് യൂഷ്വൽ ഡയമെൻഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡയമെൻഷൻ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വെലോസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടും. ബി ഈസ് എനർജി ആണെങ്കിൽ വാട്ട് ഈസ് എ എന്നാണ് ചോദ്യം. ഓക്കെ, സോ നോക്കാം. എ ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബി കിട്ടും. ദാറ്റ് ഈസ് എ ഇൻറ്റു വെലോസിറ്റി എന്ന് വെച്ചാൽ ബി എന്ന് വെച്ചാൽ എനർജി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും? എനർജി ബൈ വെലോസിറ്റി ആണ്. എനർജി ബൈ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് എനർജി ബൈ വെലോസിറ്റി? നിങ്ങൾ അറിയില്ലെങ്കിൽ ഡയമെൻഷൻ എഴുതിയാലും മതി. ml²T⁻² ഡിവൈഡഡ് ബൈ LT⁻² എന്നൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ml എന്ന് കിട്ടും അല്ലെ? വെലോസിറ്റി LT⁻1 ml⁻1 എന്നൊക്കെ കിട്ടും. ഇത് മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ആണ്. ദിസ് ഈസ് മൊമെന്റം. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. എനർജി എന്ന് വെച്ചാൽ നമുക്കറിയാം mc² ആണ് അല്ലെ? ദാറ്റ് ഈസ് mc ഇൻറ്റു സി ആണ്. എനർജി എന്ന് വെച്ചാൽ mc ഇൻറ്റു സി. വാട്ട് ഈസ് mc മീൻസ് മൊമെന്റം. E ഈക്വൽ ടു pc അല്ലെങ്കിൽ p ഈക്വൽ ടു E ബൈ സി. E ബൈ സി ഹാസ് ദി ഡയമെൻഷൻ ഓഫ് മൊമെന്റം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 മാസിന്റെ എറർ 2 തന്നിട്ടുണ്ട്, ലെങ്ത്തിന്റെ എറർ 2 തന്നിട്ടുണ്ട്. സോറി, മാസിന്റെ പെർസെന്റേജ് എറർ 1 ആണ്. എറർ ഇൻ ലെങ്ത് 2 തന്നിട്ടുണ്ട്, പെർസെന്റേജ് എറർ ഇൻ ടൈം 3 തന്നിട്ടുണ്ട്. വാട്ട്സ് ദി മാക്സിമം എറർ ഇൻ ദി മെഷർമെന്റ് ഓഫ് എക്സലറേഷൻ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സലറേഷൻ എന്ന് പറയുന്നത് LT⁻² ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. അപ്പൊ നിങ്ങൾ മാസ് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ എക്സലറേഷൻ എന്ന് വെച്ചാൽ എല്ലിന്റെ പവർ 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ ലെങ്ത് പ്ലസ് ടിന്റെ പവർ -2, മാഗ്നിറ്റ്യൂഡ് 2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ ടൈം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 2 + 6 ഈക്വൽ ടു എന്ത് കിട്ടും? 8% എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ 8A എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം, റേഡിയസ് ഓഫ് സർക്കുലർ പ്ലേറ്റ് 1.05 ആണെങ്കിൽ ഇറ്റ്സ് ഏരിയ. വാട്ട് ഈസ് ഏരിയ ഓഫ് സർക്കിൾ? അപ് ടു സിഗ്നിഫിക്കന്റ് ഫിഗർ കൺസിഡർ ചെയ്യണേ. ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഈക്വൽ ടു π ഇൻറ്റു r² ആണ്. പൈക്ക് നമ്മൾ 3.14 എന്ന് കൊടുക്കുക, ഇൻറ്റു 1.05 എന്ന് കൊടുക്കുക, 1.05². അതിൽ റേഡിയസ് എന്ന് പറയുന്നത് π is a constant, റേഡിയസ് 1.05. അപ്പൊ നിങ്ങൾ ഇവിടെ ടോട്ടൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട്? ശരിക്കും 1.05 എന്ന് വെച്ചാൽ 1.05 ഇൻറ്റു 1.05 ആണ്. 1.05 ഇൻറ്റു 1.05 എന്ന് വെച്ചാൽ എത്ര എണ്ണം ഉണ്ട് അവിടെ? മിനിമം മൾട്ടിപ്ലിക്കേഷൻ, മിനിമം ടോട്ടൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ എത്ര വരാൻ പാടുള്ളൂ? 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റേ വരാൻ പാടുള്ളൂ. ഇവിടെ 4 എണ്ണം ഉണ്ട്. ഓപ്ഷൻ ബി നെഗ്ലക്ട് ചെയ്യുക, ഓപ്ഷൻ സി നെഗ്ലക്ട് ചെയ്യുക, ഓപ്ഷൻ ഇ നെഗ്ലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ബി. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3.468 ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3.47 അടുത്തൊക്കെ ഉത്തരം കിട്ടും. 3.47 അടുത്ത ഉത്തരം കിട്ടും. 467 എന്നൊക്കെ വരികയാണെങ്കിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം എന്തിലേ വരുള്ളൂ? 3.47 അടുത്ത് ആൻസർ വരുള്ളൂ. ഓപ്ഷൻ
എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. നാലാമത്തെ ചോദ്യം നോക്കാം. വെലോസിറ്റി i പ്ലസ് ജെ എന്ന് തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വി എക്സ് എന്ന് പറയുന്നത് 1i ആണ്. വി വൈ എന്ന് പറയുന്നതോ വാട്ട് ഇസ് വി വൈ ഈക്വൽ ടു 1j ആണ്. സോ വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് റൂട്ട് 2. ഇനി ആംഗിൾ കിട്ടണമെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? വി വൈ ബൈ വി എക്സ് ചെയ്താൽ മതി. ടാൻ തീറ്റ എന്ന് പറയുന്നത് വി വൈ ബൈ വി എക്സ്. അപ്പൊ നിങ്ങൾക്ക് 1/1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റന്റെ വാല്യൂ എന്തായിരിക്കും? 45 ഡിഗ്രി. തീറ്റന്റെ വാല്യൂ 45 ഡിഗ്രി. സോ ആൻസർ റൂട്ട് 2 ആൻഡ് 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് കിട്ടും. സോ നമുക്ക് ഒന്നാമത്തേന്റെ ഉത്തരം ഓപ്ഷൻ ബി കിട്ടി. രണ്ടാമത്തേന്റെ ഉത്തരം 8 എന്ന് കിട്ടിയല്ലേ? ഓപ്ഷൻ എ കിട്ടി. മൂന്നാമത്തെ ഓപ്ഷൻ എ എന്ന് കിട്ടി. നാലാമത്തെ എന്ത് കിട്ടി? നാലാമത്തെ റൂട്ട് 2 ആൻഡ് 45 ഡിഗ്രി ഓപ്ഷൻ സി എന്ന് കിട്ടി. അടുത്ത ചോദ്യം 1 ഡയമെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ഹാമർ ഈസ് ഡ്രോപ്ഡ് ഇൻ എ മൈൻ. അതിന്റെ ഡെപ്ത് d, 2d, 3d തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓൺ റീച്ചിങ് ദി ഡെപ്ത്. നമുക്കറിയാം വെലോസിറ്റി ഓൺ റീച്ചിങ് ദി ബോട്ടം റൂട്ട് ഓഫ് 2gh ആണ്. പ്രൊപ്പോർഷണൽ ടു റൂട്ട് h ആണ്. അപ്പൊ റേഷ്യോ എന്ത് വരും? v1 is to v2 is to v3 എന്ന് വെച്ചാൽ റൂട്ട് d is to റൂട്ട് 2d is to റൂട്ട് 3d ചെയ്യുമ്പോൾ 1 is to റൂട്ട് 2 is to റൂട്ട് 3 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. അതേപോലെ ആറാമത്തെ ചോദ്യം എന്താ? ആറാമത്തെ ചോദ്യം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് എ മൂവിംഗ് വെഹിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു. ഒരു മൂവിംഗ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2as എന്ന് എഴുതാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ 0 ആയിരിക്കും. 0 ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2as. യു സ്ക്വയർ ഈക്വൽ ടു 2as എന്ന് കിട്ടും. ഓർ എസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? എസ് ആണ് നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. യു സ്ക്വയർ ആയിരിക്കും. എസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ. സ്ക്വയർ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും. സ്ക്വയർ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ഓപ്ഷൻ സി. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം നോക്കാം. when a body starts from rest moving with uniform acceleration velocity time graph. നോക്കിയേ, വെലോസിറ്റി v equal to u plus at ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ v equal to at എന്ന് കിട്ടും. സോ ക്ലിയർലി യൂണിഫോം എക്സലറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? v proportional to time ആയിരിക്കും. v proportional to time എന്ന് വെച്ചാൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും? v proportional to time ഗ്രാഫ് will be straight line. ഓപ്ഷൻ എ. ഗ്രാഫ് will be straight line ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, വിയും ടിയും തമ്മിലുള്ള ഗ്രാഫ്. ദെൻ എട്ടാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. എ വുഡൻ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം. ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്, അതിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പി എന്ന് പറയുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ബോഡി ഈസ് മൂവിംഗ് വിത്ത് ആൻ എക്സലറേഷൻ എ. ഓക്കെ, ബോഡിക്ക് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എം എ. ബോഡി മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഇനേഷ്യൽ ഫോഴ്സ് ആണ് എം എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന ചോദ്യം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താ? പി ഈക്വൽ ടു എന്താ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പി ആണ്. ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നെറ്റ് ഫോഴ്സ് പി മൈനസ് എഫ് ആണ് എം എ. നെറ്റ് ഫോഴ്സ് പി മൈനസ് എഫ് ഈക്വൽ ടു എം എ. ദാറ്റ് ഈസ് പി മൈനസ് എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം ജി എന്ന് എഴുതാം. എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം ജി ഈക്വൽ ടു എം എ. ഓർ പി ഈക്വൽ ടു എന്ത് കിട്ടും? മ്യൂ ഇൻറ്റു എം ജി പ്ലസ് എം എ എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് പി ഈക്വൽ ടു വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് മ്യൂ? 0.3 തന്നിട്ടുണ്ട്. എം ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്. ജി 10 എടുക്കുക. പ്ലസ് എന്തുണ്ട്? എം 10 ഇൻറ്റു എക്സലറേഷൻ 3. അപ്പൊ 30 പ്ലസ് 30 എന്ന് കിട്ടും. ഈക്വൽ ടു 60 ന്യൂട്ടൺ എന്ന് കിട്ടും. 60 ന്യൂട്ടൺ ഓപ്ഷൻ ഡി. 60 ന്യൂട്ടൺ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി കിട്ടി. അതേപോലെ ഓപ്ഷൻ സി കിട്ടി, ഓപ്ഷൻ എ കിട്ടി,
ഓപ്ഷൻ ഡി കിട്ടി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നാ ചോദ്യം. നോക്കിയിട്ട് എന്താ തോന്നുന്നു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ബി അല്ലേ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കാരണം ബോഡി യൂണിഫോം മോഷനിലാണെങ്കിൽ അവിടെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റി നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവര് 0 അല്ല എന്നാ പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതേപോലെ 10ാമത്തെ ചോദ്യം നോക്കാം. ഒരു കൺവെയർ ബെൽറ്റിന്റെ സ്പീഡ് യു ആണ്. ഓക്കെ, മാസ് അതിൽ വീഴുന്നുണ്ട്. റേറ്റ് ഓഫ് മാസ് dm/dt ആണ്. ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി സ്പീഡ്. അപ്പൊ ഫോഴ്സ് ആണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം mu നോട്ട് എ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. അതുപോലെ ഓപ്ഷൻ സിയും ഫോഴ്സിന്റെ ഡയമെൻഷൻ അല്ല. ഓപ്ഷൻ ഇയും ഫോഴ്സിന്റെ ഡയമെൻഷൻ അല്ല. ഇവിടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഉള്ളത് ഒന്നെങ്കിൽ എയും അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ എയോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതില് സ്പീഡാണ് കോൺസ്റ്റന്റ്, മാസ് ആണ് വേരി ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓപ്ഷൻ എ അല്ല. അല്ലെ? F = d/dt ഓഫ് mv ആണ്. അതിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. u ഇൻറ്റു എന്ത് കിട്ടും? dm/dt എന്ന് കിട്ടും. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. സിമ്പിൾ ചോദ്യമല്ലേ? ദെൻ 11ാമത്തെ ചോദ്യം നോക്കാം. ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. വി നോ വാട്ട് ഈസ് ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്? ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം. ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഓപ്ഷൻ ഇ. 12ാമത്തെ ചോദ്യം, which when a metal spring is elongated within its elastic limit, what happens? അവിടെ എനിക്ക് ഈ ഒരു ചോദ്യം കേട്ടോ ഡൗട്ട് വരുന്ന ഒരു ചോദ്യം. കാരണം അവിടെ നമ്മളൊരു ബോഡി ഒരു സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? നമ്മളൊരു വർക്ക് കൊടുക്കും. നമ്മളാ വർക്ക് കൊടുക്കുന്നത്, സ്പ്രിങ് അല്ല. വി ആർ ഡൂയിങ് എ വർക്ക് ആൻഡ് ദാറ്റ് വർക്ക് ഈസ് കൺവേർട്ടഡ് ടു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി. അല്ലെ? നമ്മൾ കൊടുക്കുന്ന വർക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്നത്. ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്തു. ഇലോങ്ങേറ്റ് ചെയ്യുന്നത് എന്ത് സംഭവിക്കും? സ്പ്രിംഗ് ഒരു എക്സ്ട്രാ എനർജി ഗെയിൻ ചെയ്യും. അല്ലെ? അത് എന്തായിട്ട് സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അല്ലെ? ഇറ്റ് വിൽ സ്റ്റോർ ആസ് പൊട്ടൻഷ്യൽ എനർജി. ബട്ട് അതിൽ ഓപ്ഷൻ ഡി ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്, അങ്ങനെയും വന്നുകൂടെ? ഇതും കറക്റ്റ് ആയിക്കൂടെ? ഒരു സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് ആണല്ലോ. അല്ലെ? ബട്ട് ഒരു ഓസിലേഷൻ ആണെങ്കിലാണ് ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ബട്ട് ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ് എവരിവെയർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഓപ്ഷൻ ബി ആണോ ഡി ആണോ. ആസ് ഓഫ് നൗ ഞാൻ ഓപ്ഷൻ ബി ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവരത് തിരുത്തി തരും. നിങ്ങൾ അതിനുള്ള മാർക്ക് എല്ലാവർക്കും കിട്ടും. നോക്കാം ബാക്കിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ആൻസർ പറയുന്നത്. എന്റെ ഒരു കൺസെപ്റ്റില് ഓപ്ഷൻ ബി ആണ് എനിക്ക് തോന്നുന്നത്. ദെൻ 13ാമത്തെ ചോദ്യം, പവർ. ഇൻസ്റ്റന്റേനിയസ് പവർ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പവർ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പവർ മീൻസ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് കിട്ടും. സോ നമുക്ക് ഉത്തരം 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതുപോലെ 10ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 11 ഇ ആണ്. 12 ബി ആസ് ഓഫ് നൗ. 13 ഓപ്ഷൻ ബി. 14ാമത്തെ ചോദ്യം നോക്കാം. എ ബോൾ വിത്ത് 1000 ജൂൾ 10⁻³ ജൂൾ. ആ ഒരു ബോൾ ഒരു സ്പ്രിങ്ങിൽ വന്ന് ഹിറ്റ് ചെയ്യാണ്. ഈ ഒരു ബോൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സ്പ്രിങ്ങിൽ വന്ന് ഹിറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ വാട്ട് ഈസ് ദി സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദി സ്പ്രിംഗ്? മാക്സിമം കംപ്രഷൻ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം കംപ്രഷൻ കിട്ടണമെങ്കിൽ ഈ എൻഡയർ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറണം? സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറണം. എൻഡയർ കൈനറ്റിക് എനർജി ഷുഡ് കൺവേർട്ട് ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്പ്രിംഗ്. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു മാക്സിമം എനർജി ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് എക്സ് സ്ക്വയറിന് പകരം എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ തന്നെ കൊടുത്തു. ഹാഫ് കെ എക്സ് സ്ക്വയർ കിട്ടും. ഹാഫ് ക്യാൻസൽ ആകും. യു വിൽ ഗെറ്റ് എക്സ് ഈക്വൽ ടു വി ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു വി ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വാട്ട് ഈസ് വി ഈക്വൽ ടു? വി ഈക്വൽ ടു ഡയറക്റ്റ് എനർജി തന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യണ്ട. വി അല്ല, എനർജി അല്ലേ തന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് 1000 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് k/2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0.5. 50 സെന്റിമീറ്റർ മീൻസ് എത്രയാ? 0.5 മീറ്റർ ആണ്. സോ യു വിൽ ഗെറ്റ് k/8 എന്ന് കിട്ടും. k/8 അല്ലെ? ഓർ k ഈക്വൽ ടു 8000 എന്ന് കിട്ടും.
8000 ന്യൂട്ടൺ മീറ്റർ 8 into 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. 8000 ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? 15ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ 15. ഒരു ബോഡി h ഹൈറ്റ് ഇട്ടു. അപ്പൊ h ഹൈറ്റ് ഇടുമ്പോൾ അതിന്റെ ഇനിഷ്യൽ എനർജി എന്തായിരുന്നു? mgh അല്ലേ? റീബോൺസ് ടു h/4. സോ ഫൈനൽ എനർജി എന്തായിരിക്കും? mgh/4 ആയിരിക്കും ഫൈനൽ എനർജി. Fraction of energy lost. What is the energy loss equal to? E1 minus E2. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3/4 mgh എന്ന് കിട്ടും. അപ്പൊ ഫ്രാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ E/E1 ചെയ്താൽ മതി. 3/4 mgh എന്ത് ചെയ്താൽ മതി? mgh കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 3/4 എന്ന് കിട്ടും. ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ഈക്വൽ ടു 3/4 കിട്ടും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ. Then 16ാമത്തെ ചോദ്യം. A solid ring and discuss same radius and same mass, same frequency എന്നും പറയുന്നുണ്ട്. ഒമേഗയും സെയിം ആണ്. റേഷ്യോ ഓഫ് their respective rotational kinetic energy. അപ്പൊ റൊട്ടേഷണൽ എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. പ്രപ്പോർഷണൽ ടു ഐ ആണ് അല്ലേ? സോ റിങ്ങിന്റെയും അതേപോലെ ഡിസ്കിന്റെയും ഐന്റെ വാല്യൂ എന്താ? റിങ്ങിന്റെ ഡിസ്ക് mr² ആണ്. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² ആണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? mr²/2 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേഷ്യോ 2:1 എന്ന് കിട്ടും. 2:1 ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് കിട്ടും. ദെൻ 17ാമത്തെ ചോദ്യം സെന്റർ ഓഫ് മാസ് ആണ് ചോദിക്കുന്നത് അല്ലേ? മാസ് m, 2m, 3m, x കോർഡിനേറ്റ് 0, 1, -2, x സെന്റർ ഓഫ് മാസ്. x സെന്റർ ഓഫ് മാസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? m1 into x1 plus m2 into x2 plus m3 into x3 whole divided by m1 plus m2 plus m3 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2m minus 6m divided by 6m എന്ന് കിട്ടും. മൈനസ് എന്ത് കിട്ടും? -4m/6 -2/3 എന്ന് കിട്ടും. -2/3 ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ദെൻ 18ാമത്തെ ചോദ്യം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദി സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ ആൻഡ് ലെങ്ത് എൽ. സോളിഡ് സിലിണ്ടർ. നമുക്കറിയാം സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിസ്കിന്റെ പോലെയാണ് അല്ലെ? mr²/2. അത് നമ്മൾ mk² ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ k² = r²/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ k = r/√2 എന്ന് കിട്ടും. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ സോളിഡ് ഡിസ്കിന്റെ ഓപ്ഷൻ ബി ആയിരിക്കും. r/√2 ആയിരിക്കും. r/√2. സോ നമുക്ക് ഓപ്ഷൻ ഇവിടെ സി കിട്ടി. 14ാമത്തെ ചോദ്യം. ഇത് ബി കിട്ടി. അതേപോലെ ഇതിന്റെ എന്തായിരുന്നു കിട്ടിയത്? 2:1 അല്ലേ കിട്ടിയത്? ദെൻ -2/3 r/√2. അടുത്ത ചോദ്യം. When external torque acting, 19ാമത്തെ ചോദ്യം നോക്കിയേ. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസർവ് ആയിരിക്കും അല്ലെ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആംഗുലർ മൊമെന്റം കൺസർവ് ആയിരിക്കും. അല്ലെങ്കിലോ റൊട്ടേഷണൽ എനർജി ഈക്വൽ ടു എന്താ? L²/2y എന്ന് പഠിച്ചിട്ടില്ലേ? = L²/2y. p²/2m എന്ന് പറയുന്നത് L²/2y. അപ്പൊ ഇവിടെ ഐയും കോൺസ്റ്റന്റ് ആണെങ്കിലോ? ഇഫ് ഐ ഓൾസോ കോൺസ്റ്റന്റ് ആണെങ്കിലോ? മൊമെന്റ് ഓഫ് ഇനേഷ്യ കോൺസ്റ്റന്റ് ആണെങ്കിൽ റൊട്ടേഷൻ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ അല്ലേ? അപ്പൊ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ഓപ്ഷൻ ഇല്ല. പക്ഷെ റൊട്ടേഷണൽ എനർജി പറയുന്നതുകൊണ്ട് റൊട്ടേഷണൽ എനർജിന്റെ ഇക്വേഷനിൽ നമ്മൾ ഐ കോൺസ്റ്റന്റ് ആണെങ്കിൽ റൊട്ടേഷണൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? റൊട്ടേഷണൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ കോൺസ്റ്റന്റ് ഒന്നും പറയുന്നില്ല. ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ റൊട്ടേഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ ആണ്. അതേപോലെ 20ാമത്തെ ചോദ്യം. ടൈം പീരീഡും ഡിസ്റ്റൻസും കെപ്ലറുടെ തേർഡ് ലോ സിമ്പിൾ അല്ല? t² പ്രൊപ്പോർഷണൽ ടു d ക്യൂബ്. t² പ്രൊപ്പോർഷണൽ ടു d ക്യൂബ്. ഓപ്ഷൻ സി. t² പ്രൊപ്പോർഷണൽ ടു d ക്യൂബ്. 21ാമത്തെ ചോദ്യം.
എർത്ത് ഷ്രിങ്സ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസന്റ് സൈസ്. അപ്പൊ എർത്തിന്റെ റേഡിയസ് പകുതിയായാൽ ഓക്കെ മാസും പകുതിയായി. Acceleration due to gravity എന്ത് സംഭവിക്കും? അപ്പൊ ഇനിഷ്യലി acceleration due to gravity gm/r² ആണെങ്കിൽ ഫൈനൽ എന്തായിരിക്കും? g into m/2 by r/2 whole square എന്ന് എഴുതാം അല്ലേ? സോ 4/2 into gm/r² എന്ന് കിട്ടും. 4/2 into gm/r², that is 2g എന്ന് കിട്ടും. Acceleration due to gravity എന്ത് സംഭവിക്കും? g dash equal to 2g എന്ന് കിട്ടും. 2g ഓപ്ഷൻ C. Then 22ാമത്തെ ചോദ്യം, 22nd question. Two spheres are just kept each other അല്ലേ? കോണ്ടാക്ട് വിത്ത് ഈച്ചർ എന്ന് പറയുന്നത് രണ്ടിന്റെയും റേഡിയസ് ആറ്. ഐഡന്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഐഡന്റിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്കറിയാം F equal to directly proportional to product of mass ആണ് അല്ലേ? ആൻഡ് ഇൻവേഴ്സ്ലി proportional to r². ഇനി ഈ മാസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു വോള്യൂം ആണ്. മാസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു വോള്യൂം ആണ്. ഡിസ്റ്റൻസ് നമുക്ക് 2r എന്ന് എടുക്കാം അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് 2r. മാസ് പ്രൊപ്പോർഷണൽ ടു വോള്യൂം അല്ലെങ്കിൽ r³ ആണ്. കാരണം ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. മാസ് പ്രൊപ്പോർഷണൽ ടു എന്താ? r³ ആണ്. അപ്പൊ ഒന്നാമത്തെ മാസ് r³ ആണ്. രണ്ടാമത്തെ മാസ് എന്താണ്? r³ പ്രൊപ്പോർഷണൽ ആണ്. താഴെ എന്തുണ്ട്? r² ഉണ്ട്. So F proportional to r⁻6/r² എന്ന് വരും. r⁴ എന്നാണ് ഉത്തരം വരുന്നത്. പലരും r² r⁻2 എന്നൊക്കെ എഴുതും. തെറ്റായിരിക്കും. ഇവിടെ മാസ് അല്ലെങ്കിൽ മാസ് പ്രൊപ്പോർഷണൽ ടു വോള്യൂം അല്ലെങ്കിൽ വോള്യൂം പ്രൊപ്പോർഷണൽ ടു r³ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി വരുമ്പോൾ നമുക്ക് ആൻസർ r⁴ ആണ് ഉത്തരം വരുന്നത്. r³ into r³/r² is r⁴. So force proportional to r⁴, ഓപ്ഷൻ B. 22nd ആൻസർ ഓപ്ഷൻ B ആണ്. അതുപോലെ 23rd ആൻസർ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിക്കും ടെമ്പറേച്ചർ കൂട്ടി എന്ത് സംഭവിക്കും? ലിക്വിഡിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് എന്ത് സംഭവിക്കും? സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും. അതേപോലെ വിസ്കോസിറ്റിയും ഡിക്രീസ് ചെയ്യും. ബോത്ത് സർഫസ് ടെൻഷൻ വെലോസിറ്റി ഡിക്രീസ്. ഓപ്ഷൻ ഇ അല്ലേ? ഓപ്ഷൻ ഇ അല്ലേ? സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ 19 ഇ എന്ന് കിട്ടി. 19ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യം t² പ്രൊപ്പോർഷണൽ ടു d³. 21 2g എന്ന് കിട്ടി. 22 ഓപ്ഷൻ ബി എന്ന് കിട്ടി. 23 ഓപ്ഷൻ ബോത്ത് ഡിക്രീസ് ഇ എന്ന് കിട്ടി. അടുത്ത ചോദ്യം, ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദ്യം. ട്രൂ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഇ ആണ് അല്ലെ? കംപ്രസിബിലിറ്റി എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. കംപ്രസിബിലിറ്റി ഈസ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്, അതാണ് ഉത്തരം. അതേപോലെ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് വെച്ചാൽ എന്താ? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു വാട്ട് ഈസ് സ്ട്രെയിൻ മീൻസ്? സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് അല്ലേ? സ്ട്രെയിൻ എന്ന് വെച്ചാൽ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് സ്ക്വയർ ബൈ 2y എന്ന് കിട്ടും. സ്ട്രെസ് സ്ക്വയർ ബൈ 2y ഓപ്ഷൻ സി. 25 ഓപ്ഷൻ സി ആണ്. Then 26ാമത്തെ ചോദ്യം, ലിക്വിഡ് ഫ്ലോസ് ത്രൂ എ വേരിയബിൾ ക്രോസ് സെക്ഷൻ, ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് കോൺസ്റ്റന്റ് ആണെന്ന് ചോദിച്ചാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം വേറെ ഉണ്ടോ? വോളിയം ഫ്ലോ റേറ്റ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആയിരിക്കും കോൺസ്റ്റന്റ്. ഓപ്ഷൻ സി. 27ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നീറ്റിനും കീമിനും ജെഇക്കൊക്കെ മാറി ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ഈ ഒരു വെസൽ, ഒരു തെർമലി ഇൻസുലേറ്റഡ് വെസലില് ഓക്കെ, ഒരു സൈഡ് നമ്മൾ ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ട്, മറ്റേ സൈഡ് ഇവാക്യുവേറ്റഡ്. അപ്പൊ നമ്മൾ ഇവിടെ ചെറിയൊരു ഹോൾ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ ഹോൾ കൊടുത്ത് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ എക്സ്പാൻഡ് സഡൻലി. ദിസ് ഗ്യാസ് വിൽ എക്സ്പാൻഡ് സഡൻലി അല്ലെ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ എക്സ്പാൻഷൻ. ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ വിളിക്കുന്നത് വാക്വത്തിന് അഗൈൻസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രീ എക്സ്പാൻഷൻ. അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഫ്രീ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫ്രീ എക്സ്പാൻഷനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കും? റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി റിമെയിൻ സെയിം ആയിരിക്കും. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് റിമെയിൻ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ?
ഓപ്ഷൻ ഡി. കഴിഞ്ഞ വർഷം നീറ്റ് നടത്താൻ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്. സോ നമുക്ക് എന്തൊക്കെ ഉത്തരം കിട്ടി? 24 ഓപ്ഷൻ ഇ കിട്ടി, 25 ഓപ്ഷൻ സി, 26 ഓപ്ഷൻ സി, 27 ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 28ാമത്തെ ചോദ്യം. ദി പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ്. ആ പ്രോസസ്സിന് എന്താ പേര്? നോ ഫ്ലോ ഓഫ് ഹീറ്റ് അഡിയാബാറ്റിക് അല്ലെ? 28 ഓപ്ഷൻ എ. 29ാമത്തെ ചോദ്യം നോക്കുക. When temperature of Carnot engine T1 400 Kelvin, efficiency എന്ന് വെച്ചാൽ 25% തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/4. അപ്പൊ നമുക്ക് ഇനിഷ്യലി സോഴ്സിന്റെ ടെമ്പറേച്ചർ 400 കെൽവിൻ. അപ്പൊ നമുക്ക് T2/T1 എന്ന് വെച്ചാൽ 1 മൈനസ് എഫിഷ്യൻസി ആണ്. യു വിൽ ഗെറ്റ് 1 മൈനസ് 1/4, 3/4. അപ്പൊ T2 ഈക്വൽ ടു 3/4 T1 എന്ന് കിട്ടും. 3/4 into 400 ദാറ്റ് ഈസ് 300 എന്ന് കിട്ടും. പിന്നെന്താ പറയുന്നത്? രണ്ടാമത്തെ കേസിൽ എഫിഷ്യൻസി 50% കിട്ടി. ദാറ്റ് ഈസ് T2 പുതിയ സോഴ്സ് ടെമ്പറേച്ചർ അറിയില്ല, 1 മൈനസ് ഈറ്റ ഡാഷ് എന്ന് എഴുതാം. 50% എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പൊ നമുക്ക് അവിടെ 1/2 തന്നെ കിട്ടും. രണ്ടാമത്തെ കേസിൽ T2/T1 ഡാഷ് 1/2. അങ്ങനെയാണെങ്കിൽ T2 300ഉം T1 ഡാഷ് നമുക്ക് അറിയില്ല, അത് 1/2 ഇക്വേറ്റ് ചെയ്യുമ്പോൾ T1 ഡാഷ് ഈക്വൽ ടു എത്ര കിട്ടും? 600 കെൽവിൻ എന്ന് കിട്ടും. T1 ഡാഷ് ഈക്വൽ ടു 600 കെൽവിൻ. ഇനി ചോദ്യം എന്താ? ഇൻക്രീസ് ഇൻ സോഴ്സ് ടെമ്പറേച്ചർ എന്താണെന്ന ചോദ്യം. ഇൻക്രീസ് ഇൻ സോഴ്സ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? T1 ഡാഷ് മൈനസ് T1 ദാറ്റ് ഈസ് 600 മൈനസ് 400, 200 കെൽവിൻ. ഇൻക്രീസ് ഇൻ സോഴ്സ് ടെമ്പറേച്ചർ ഈസ് 200 കെൽവിൻ ആണ്. ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ. അതേപോലെ 30ാമത്തെ ചോദ്യം. ഒരു ഡയറ്റോമിക് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ടു ഇൻക്രീസ്. അതായത് നമ്മൾ ഒരു ഡയറ്റോമിക് ഗ്യാസിന് Q എന്ന് പറയുന്ന ഒരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ എത്ര ഹീറ്റ് ആണ് ഇന്റേണൽ എനർജി ആയിട്ട് ചേഞ്ച് ആവുന്നത്? ഫ്രാക്ഷൻ ഓഫ് Q വിച്ച് ഈസ് ചേഞ്ചിങ് ആസ് ഇന്റേണൽ എനർജി, ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി. അതാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഡെൽറ്റ യു എന്താ? NCV ഡെൽറ്റ ടി ആണ്. ഇത് NCP ഡെൽറ്റ ടി ആണ്. അപ്പൊ നിങ്ങൾക്ക് CV/CP എന്ന് കിട്ടും, 1/γ എന്ന് കിട്ടും. ഡയറ്റോമിക്കിന്റെ 1/γ, വാട്ട് ഇസ് ഗാമ ഡയറ്റോമിക്? 7/5 അല്ലേ ഡയറ്റോമിക്? അതിന്റെ റെസിപ്രോക്കൽ എന്താ? 5/7 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ. 5/7 ഓപ്ഷൻ എ. ഈ 31ാമത്തെ ചോദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതായത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഈ സെയിം നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ, സെയിം മോൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നെങ്കിൽ, രണ്ടും ഡയറ്റോമിക് ആണ്, നമ്മുടെ ആൻസർ 1:1 വന്നിട്ടുണ്ടാവും സെയിം ആണെങ്കിൽ. ബട്ട് ഇവിടെ സെയിം അല്ല. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എത്രയാ? 2 മോൾ അല്ലേ? 4/2. 2 മോൾ ഹൈഡ്രജനും ഉണ്ട്. അതുപോലെ നൈട്രജൻ ആണെങ്കിൽ 7/28, 1/4 മോൾ നൈട്രജനും ഉണ്ട്. അപ്പൊ അവരുടെ റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് എനർജി എന്ന് വെച്ചാൽ 3/2 nRT ആണ്. 3/2 into nRT ആണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. അപ്പൊ ഈ ഹൈഡ്രജൻ ബൈ ഈ നൈട്രജൻ എന്തായിരിക്കും? N1/N2 ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 1/4 ചെയ്യുമ്പോൾ 8:1 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. 8:1 എന്നുള്ള ഓപ്ഷൻ ആണ് വരുന്നത്. ബട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുമെന്നും അറിയില്ല. സെയിം മോൾ ആണെങ്കിൽ അവർ ആൻസർ ഈസ് 1:1. നമ്പർ ഓഫ് മോൾസ് ഇവിടെ ഡിഫറെന്റ് ആയതുകൊണ്ട് ആൻസർ ഷുഡ് ബി 8:1. ബട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ നോക്കാം എന്താവുന്നു. അടുത്ത ചോദ്യം. സോ നമ്മുടെ ആൻസർ എന്തൊക്കെയാ? 28 ഓപ്ഷൻ എ. ഇത് 200 അല്ലേ കിട്ടിയത്? 29, 30, 5/7, 31 അറിയില്ല. ഓപ്ഷൻ ഇല്ല. നെക്സ്റ്റ് 32ാമത്തെ ചോദ്യം. എ പ്ലാനറ്റ് വിത്ത് റേഡിയസ് R, acceleration due to gravity G. ആ ഒരു പ്ലാനറ്റ് നമ്മൾ മൂൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ മൂണിൽ ഒരു മോളിക്യൂള് അറ്റ്മോസ്ഫിയർ സ്റ്റേജ് ഉണ്ടാവണമെങ്കിൽ, അറ്റ്മോസ്ഫിയർ മീൻസ് there should be some gases. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ കണ്ടീഷൻ എന്താ? അവിടെ മോളിക്യൂളിന്റെ RMS സ്പീഡ് എന്ന് പറയുന്നത് എസ്കേപ്പ് സ്പീഡിനേക്കാളും കുറവായിരിക്കണം അല്ലേ? ദാറ്റ് ഈസ് ലെസ് ദാൻ √2gr ആയിരിക്കണം. ദാറ്റ് ഈസ് ലെസ് ദാൻ, വാട്ട് ഈസ് √2? 1.4 അല്ലേ? ലെസ് ദാൻ 1.414 into √gr ആയിരിക്കണം. ഓപ്ഷൻ എ. 32 ഓപ്ഷൻ എ.
32 ഓപ്ഷൻ എ ആണ്. 33 നോക്കാം. acceleration due to gravity on മൂണും അതേപോലെ എർത്തും അല്ലെ, എർത്തും മൂണും തമ്മിലുള്ള ഗ്രാവിറ്റിന്റെ റേഷ്യോ 6:1 ആണ്. ടൈം പീരീഡ് ഓഫ് പെൻഡുലം എന്തായിരിക്കും? അപ്പൊ പെൻഡുലം എന്ന് വെച്ചാൽ നമുക്കറിയാം t പ്രപ്പോർഷണൽ ടു 1/√g ആണ്. അപ്പൊ t1/t2 എന്തായിരിക്കും? t എർത്ത് ബൈ t മൂൺ എന്തായിരിക്കും? തിരിച്ചു വരും അല്ലെ, √g മൂൺ ബൈ g എർത്ത് എന്ന് കിട്ടും, √1/6 എന്ന് കിട്ടും. 1:√6 ഓപ്ഷൻ ഡി. 33 ഓപ്ഷൻ ഡി. 34 എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ്. ഒമേഗ ടി, ഒമേഗ ഈക്വൽ ടു π/2 തന്നിട്ടുണ്ട് അല്ലെ. kx, ഇത് k ആണ്, kx, k ഈക്വൽ ടു π/3 തന്നിട്ടുണ്ട്. സ്ട്രിങ്ങിൽ ഉള്ള ആ ഒരു വേവിന്റെ സ്പീഡ് എന്താ? v ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ω/k. v ഈക്വൽ ടു ω/k ആണ്. അപ്പൊ π/2 ഡിവൈഡഡ് ബൈ π/3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. 1.5 എന്ന് കിട്ടും. റേഷ്യോ 1.5 എന്ന് കിട്ടും. ഓപ്ഷൻ ഇ, ഓപ്ഷൻ ഇ എന്ന് കിട്ടും. ഓക്കെ. അതുപോലെ 35-ാമത്തെ ചോദ്യം. 35 ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അതിന്റെ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ? 1/4 ma²ω². ഇത് ടോട്ടൽ എനർജിന്റെ ഹാഫ് അല്ലേ അല്ലെ? നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ എന്താ? ½ m ω²a² ആണ്. അപ്പൊ 1/4 എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ എനർജിന്റെ പകുതിയാണ്. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ 1/4 ma²ω². പൊട്ടൻഷ്യൽ എനർജി എന്ത് തന്നെയായിരിക്കും അവിടെ? 1/4 ma²ω² എന്നല്ലേ ടോട്ടൽ എനർജി 1/2 കിട്ടുള്ളൂ. ആൻഡ് വി നോ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഏത് കണ്ടീഷനാ? കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് a/√2 ഈക്വൽ ആയിരിക്കണം. at x ഈക്വൽ ടു +or - a/√2 കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ്. 35 ഓപ്ഷൻ എ. നമുക്ക് എന്തൊക്കെ കിട്ടി? 32 ഓപ്ഷൻ എ കിട്ടി, 33 ഓപ്ഷൻ ഡി എന്ന് കിട്ടി, 34 ഓപ്ഷൻ ഇ എന്ന് കിട്ടി, 35 ഓപ്ഷൻ എ എന്ന് കിട്ടി. അതേപോലെ വേവ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ട് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസീസ് f1 ആൻഡ് f2 they sounded together. Time interval between two successive maxima. രണ്ട് സക്സസീവ് മാക്സിമ കിട്ടുന്ന ടൈം ഇന്റർവൽ നമുക്കറിയാം. ബീറ്റ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? ബീറ്റ് ഫ്രീക്വൻസി f1 - f2 ആണ് അല്ലെ. അപ്പൊ ടൈം ഇന്റർവൽ എന്തായിരിക്കും? 1/ബീറ്റ് ഫ്രീക്വൻസി ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/f1 - f2 ആയിരിക്കും. 1/f1 - f2 ഓപ്ഷൻ സി. 36 ഓപ്ഷൻ സി. അതുപോലെ 37 കറക്റ്റ് 36 ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇയർ ആണ് അല്ലെ. 37 നോക്കുക. ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ പലരും ഓപ്ഷൻ സി എന്ന് എഴുതും. ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എന്താ? 1/4πε0 p cos θ/r² ആണ് അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² അല്ലെങ്കിൽ r⁻². v പ്രൊപ്പോർഷണൽ ടു 1/r² അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു r⁻² ആണ്. ഓപ്ഷൻ ഡി. 37 ഓപ്ഷൻ ഡി. 36 എന്താ പറയുന്നത്? ഒരു കപ്പാസിറ്റർ, രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒന്നാമത്തെ കപ്പാസിറ്റൻസ് നമുക്ക് സി എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ കപ്പാസിറ്റൻസ് സി. മറ്റേതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്. അപ്പൊ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റൻസ് 5c ആയിരിക്കും. ഇതിന്റെ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? 5c ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? ഇവിടുത്തെ v1 എന്തായിരിക്കും? v2 എന്തായിരിക്കും എന്നാ ചോദ്യം. ഇതിൽ ശ്രദ്ധിക്കുക, സീരീസ് ആണെങ്കിൽ അവിടെ q കോൺസ്റ്റന്റ് ആണ്. q എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ c into v is constant. cv കോൺസ്റ്റന്റ്. അപ്പൊ vയും cയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. vയും cയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. നമുക്ക് c1:c2 എന്ന് പറയുന്നത് 1:5 ആണ് കിട്ടുന്നത്. c1:c2 1:5. അപ്പൊ v1:v2 എന്തായിരിക്കും? തിരിച്ചു വരും 5:1 ആയിരിക്കും. v1:v2 എന്ന് പറയുന്നത് 5:1. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 5:1 വരുന്നത് ഓപ്ഷൻ ബി അല്ലേ? 5:1 മീൻസ് 10:2. ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. ഓപ്ഷൻ ബി. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? 36 ഓപ്ഷൻ സി കിട്ടി, 37 ഓപ്ഷൻ ഡി കിട്ടി, ഓപ്ഷൻ ബി കിട്ടി. ദെൻ 39-ാമത്തെ ചോദ്യം. 39 റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പ്രോട്ടോൺസ് അറ്റ് എ ഡിസ്റ്റൻസ് r apart
to that of 2 electrons. നമുക്കറിയാം ഫോഴ്സ് എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R square ആണ്. രണ്ട് പ്രോട്ടോൺ ആണെങ്കിലും Q1 Q2 by R square, ഇലക്ട്രോൺ ആണെങ്കിലും രണ്ടിന്റെയും ചാർജ് സെയിം അല്ലേ. Q1 Q2 എന്നൊക്കെ പറയുമ്പോൾ 1.6 into 10 raised to minus 19 ആണ് അല്ലേ. അപ്പൊ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജും സെയിം ആണ്, അതേപോലെ ഡിസ്റ്റൻസും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ പ്രോട്ടോൺ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? രണ്ട് പ്രോട്ടോൺസ് തമ്മിലുള്ള ഫോഴ്സും രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഫോഴ്സും അട്രാക്ഷൻ സെയിം ആയിരിക്കും, പ്രൊവൈഡഡ് ദേ ഹാവ് സെയിം സെപ്പറേഷൻ. എന്ന് വെച്ചാൽ റേഷ്യോ എന്തായിരിക്കും? എഫ് പ്രോട്ടോൺ ബൈ എഫ് ഇലക്ട്രോൺ റേഷ്യോ 1:1 ആയിരിക്കും. ഓപ്ഷൻ എ. അതുപോലെ 40ാമത്തെ ചോദ്യം, when two charges are kept in air medium, എയർ ആണ് മീഡിയം, ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഫോഴ്സ് F ആണ്. ഓക്കെ, എയർ ആണെങ്കിൽ ഫോഴ്സ് F ഉം വേറൊരു ഡൈഇലക്ട്രിക് മീഡിയത്തിലാണ് ചാർജിനെ വെച്ചിരിക്കുന്നതെങ്കിൽ എഫ് മീഡിയം F/2 ആണെങ്കിൽ വാട്ട് ഇസ് ദി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന ചോദ്യം. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് എയർ ബൈ എഫ് മീഡിയം ചെയ്താൽ മതി. എയർ ബൈ എഫ് മീഡിയം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് F/F/2 കിട്ടും, 2 എന്ന് കിട്ടും. 2 ഈസ് ഓപ്ഷൻ ബി. 2 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതേപോലെ 41ാമത്തെ ചോദ്യം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. എന്നിട്ട് നമ്മൾ എന്താ പേര് വിളിക്കുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് മ്യൂ. വിളിക്കുന്ന പേരെന്താ? മൊബിലിറ്റി. ഇതിനെ വിളിക്കുന്ന പേരാണ് മൊബിലിറ്റി. മൊബിലിറ്റി ഓപ്ഷൻ എ. സോ നമുക്ക് ആൻസർ എന്തൊക്കെ കിട്ടി? 1:1, 2 മൊബിലിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി ബന്ധപ്പെട്ട ചോദ്യമാണ്. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ആണ്. ഇപ്പൊ നമുക്ക് 4 റെസിസ്റ്റൻസ് P, Q, R, S ഉണ്ടെന്ന് വിചാരിക്കുക. P 5 ohm, Q എന്ന് പറയുന്നത് 10, അല്ലെ, ഇത് 20, ഇത് 40. സോ ദാറ്റ് ഇവിടെ P/Q ചെയ്യുമ്പോൾ 1:2 കിട്ടും. R/S ചെയ്യുമ്പോഴും 1:2. അപ്പൊ നിങ്ങൾക്ക് P/Q ഈക്വൽ ടു എന്ത് കിട്ടും? R/S കിട്ടും. പോട്ടെ. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇപ്പൊ P യും Q അവിടെ ഇരിക്കട്ടെ, R ഉം S ഉം. എസിനെ പാരലൽ ആയിട്ട് എന്ത് ചെയ്തു? ഈ എസിന് പാരലൽ ആയിട്ട് ഒരു 40 ohm കൂടി അക്രോസ് കണക്ട് ചെയ്തു. അപ്പൊ എസ് എന്ന് പറയുന്നത് 20 കിട്ടും. എസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 20. ആർ ഓൾറെഡി 20. അപ്പൊ 20:20 എന്ന് പറയുമ്പോൾ റേഷ്യോ എന്ത് കിട്ടും? 1:1 കിട്ടും. 20:20 എന്ന് പറയുമ്പോൾ റേഷ്യോ 1:2. അപ്പൊ നമുക്ക് പി എം ക്യൂ എന്ത് തന്നെ കിട്ടണം? പി എം ക്യൂവും 1:1 തന്നെ കിട്ടണം. പി എം ക്യൂവും 1:1. അതിൽ പി ഇപ്പൊ 5 ആണെങ്കിൽ, പി 5 ആണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ക്യൂ എന്ത് തന്നെ കിട്ടണം? 5 കിട്ടണം. പി 5 ohm കിട്ടണമെങ്കിൽ ക്യൂവും 5 ohm കിട്ടണം. നല്ല റേഷ്യോ 1:1. അപ്പൊ ഈ ക്യൂ 5 ohm കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യൂ ഓൾറെഡി 10 അല്ലേ. അപ്പൊ നിങ്ങൾ 10നെ പാരലായിട്ട് ഒരു 10 കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്യൂ എന്ത് കിട്ടും? 5 കിട്ടും. 10നെ പാരലായിട്ട് ഒരു 10 കൂടി കണക്ട് ചെയ്താൽ ക്യൂ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെയും റേഷ്യോ 1:1 എന്ന് തന്നെ കിട്ടും. ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് തന്നെ കിട്ടും. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ബ്രിഡ്ജ് ഈസ് അഗൈൻ ബാലൻസ്ഡ് ബൈ കണക്ടിങ് 10 ohm അക്രോസ് ക്യൂ ചെയ്താൽ മതി. കണക്ടിങ് 10 ohm അക്രോസ് ക്യൂ. ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ ആണ് ഉത്തരം. അതേപോലെ 43ാമത്തെ ചോദ്യം, നമ്മൾ സെല്ലുണ്ട്, 1 സെൽ ഈസ് 4 സെല്ലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സെല്ല് നമ്മൾ റോങ്ലി കണക്ട് ചെയ്താൽ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇന്റേണൽ റെസിസ്റ്റൻസ്, ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 4 ആണ്. അതിപ്പോ സെല്ല് തിരിച്ച് കണക്ട് ചെയ്താലും ശരി, ശരിക്കും കണക്ട് ചെയ്താലും ശരി, ഇന്റേണൽ റെസിസ്റ്റൻസിന് മാറ്റമൊന്നും വരില്ല. 4 × 0.5 ആണ്. 2 ohm തന്നെ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് EMF മാറ്റം വരും, EMF എന്ത് വരില്ല? റെസിസ്റ്റൻസ് എന്ത് വരില്ല? ഇന്റേണൽ റെസിസ്റ്റൻസ് മാറില്ല. ഓപ്ഷൻ ഡി ആയിരിക്കും, 4 × 0.5. നെക്സ്റ്റ് BB റോയ് അല്ലെ, കാർബൺ റെസിസ്റ്റർ ആണ്. കളർ കോഡ് ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് കളർ ബ്ലൂ ആണ്. അപ്പൊ നിങ്ങൾ BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ ഒക്കെ എഴുതുമ്പോൾ ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാ? ബ്ലൂ 6 അല്ലേ. ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ 6 ആണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ 6 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ എ. ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 45ാമത്തെ ചോദ്യം, കണ്ടക്ടർ ഓഫ് ലെങ്ത് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കറണ്ട് 5 ആംപിയർ തന്നിട്ടുണ്ട്. ആംഗിള് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് 0.5 തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? എഫ് ഈക്വൽ ടു ILB sin theta ചെയ്താൽ മതി. ദാറ്റ് ഈസ്
5 into 20 centimeter means 0.2 into 0.5 into sin 30. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 into 0.2 1 കിട്ടും, into 0.5 into 1/2 എന്ന് കിട്ടും. സോ 0.25 എന്ന് കിട്ടും അല്ലേ? 0.25 എന്നല്ലേ കിട്ടുന്ന? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി. ILB sin θ, ഐക്ക് 5 കൊടുക്കുക, എല്ലിന് 0.2 കൊടുക്കുക, ബിക്ക് 0.5 കൊടുക്കുക, sin 30 1/2. സോ 1 into 0.5/2 എന്ന് വരും. 0.25 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഓപ്ഷൻ ഇ കിട്ടി, അതേപോലെ 2 എന്ന് കിട്ടി, ഓപ്ഷൻ ഡി കിട്ടി, ഓപ്ഷൻ എ കിട്ടി, ഓപ്ഷൻ സി. 46ാമത്തെ ചോദ്യം നോക്കുക. ഒരു കോയില്, ഇതാണ് കോയിലിന്റെ നോർമൽ ഏരിയ വെക്ടർ, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഈ രണ്ട് ആംഗിളും തീറ്റ തന്നിട്ടുണ്ട്, ഈ രണ്ട് ആംഗിളും തീറ്റ തന്നിട്ടുണ്ട്. അപ്പൊ ഫ്ലക്സും ടോർക്കും മാക്സിമം മിനിമം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ? നമുക്ക് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫ്ലക്സ് എന്ന് വെച്ചാൽ അറിയാം, BA cos θ ആണ്. ടോർക്ക് എന്ന് വെച്ചാൽ BA MB sin θ അല്ലെ? ടോർക്ക് എന്ന് പറയുന്നത് MB sin θ ആണ്. അപ്പൊ അവിടെ θ = 0 ആണെന്ന് വിചാരിക്കുക. θ 0 ആണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. θ 0 ആണെങ്കിൽ ഫ്ലക്സ് മാക്സിമം ആയിരിക്കും, ടോർക്ക് എന്തായിരിക്കും? മിനിമം ആയിരിക്കും അല്ലെ? 0. അറ്റ് ആംഗിൾ θ = 0, ഫ്ലക്സ് മാക്സിമം, ടോർക്ക് 0 ആയിരിക്കും. ഓപ്ഷൻ ഇ. ടോർക്ക് ഈസ് 0 ആൻഡ് ഫൈ ഈസ് മാക്സിമം ഫോർ θ = 0. പിന്നെ 47ാമത്തെ ചോദ്യം, സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ഓഫ്, ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്താ? QB/2πm ആണ്. QB/2πm ഇൻഡിപെൻഡന്റ് ഓഫ് റേഡിയസ് ആൻഡ് വെലോസിറ്റി. ഇൻഡിപെൻഡന്റ് ഓഫ് റേഡിയസ്, വെലോസിറ്റി, കൈനറ്റിക് എനർജി, ഇതിനൊക്കെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇവിടെ എനർജി, കൈനറ്റിക് എനർജി ആണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് 48ാമത്തെ ചോദ്യം, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, നമ്മൾ ഇതിൽ ഏതാ പെർമനന്റ് മാഗ്നറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്? പെർമനന്റ് മാഗ്നറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹാർഡ്. ഓപ്ഷൻ ഡി. അൽനിക്കോ അല്ലേ? അൽനിക്കോ. ദെൻ ഒരു സർക്കുലർ കോയിലിന്റെ സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡ് BC. 49ാമത്തെ ചോദ്യം, സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡ് BC തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ഡിസ്റ്റൻസ് ഈക്വൽ ടു റേഡിയസ്? x = r ആണെങ്കിൽ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ എളുപ്പം ചെയ്യാം. B center by BX എന്ന് പറയുന്നത് 1 + x²/r² whole raised to 3/2 ആണ്. That is 1 + x ന് r എന്ന് കൊടുക്കുക, r²/r² whole raised to 3/2 ചെയ്യുമ്പോൾ 1 + 1 whole raised to 3/2 എന്ന് കിട്ടും. 2 raised to 3/2 എന്ന് കിട്ടും. What is 2 raised to 3/2 means 2√2. എന്നുവെച്ചാൽ BX എന്ന് വെച്ചാൽ എന്ത് കിട്ടും? BC divided by 2√2 എന്ന് കിട്ടും. BX = BC/2√2. ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ. 50ാമത്തെ ചോദ്യം, ഒരു എയർ കോർ ഈസ് റീപ്ലേസ്ഡ് ബൈ അയൺ കോർ. ഓക്കെ, അപ്പൊ സെൽഫ് ഇൻഡക്ടൻസ് 0.02 ൽ നിന്നും 48 കൂടി റിലേറ്റീവ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മീഡിയം ഉള്ളപ്പോൾ അല്ലെ, സെൽഫ് ഇൻഡക്ടൻസ് L medium by L air ചെയ്താൽ മതി. That is 40 divided by 0.02 ചെയ്താൽ മതി. You will get 2000. 2000 is option B. Option B. 51ാമത്തെ ചോദ്യം, among the various constructed circuits, resistance R, inductor L, capacitor C, maximum power. Power maximum എവിടെയായിരിക്കും? Power is maximum pure resistor അല്ലേ? Pure resistor പവർ ഡിസ്പേഷൻ മാക്സിമം കിട്ടുന്ന ഓപ്ഷൻ സി, പ്യുവർ റെസിസ്റ്റീവ്. ദെൻ 52 എഡ്ഡി കറണ്ട്, ഇതെല്ലാം NCERT ആണ്. എഡ്ഡി കറണ്ട്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ഓഫ് അല്ലേ? ഓപ്ഷൻ ബി. കാരണം ഇൻഡക്റ്റീവ് ഫർണസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, പവർ മീറ്റർ, മാഗ്നറ്റിക് ബ്രേക്കിംഗ് എല്ലാത്തിലും എന്തുണ്ട്? എഡ്ഡി കറണ്ട് ഉപയോഗിക്കാത്തത് തെർമൽ ജനറേറ്ററിലാണ്. അതാണ് 52. 53ാമത്തെ ഉത്തരം, total intensity of Earth's magnetic field at pole 7
ഇക്വേറ്റർ ഈ എർത്തിന്റെ ടോട്ടൽ ഇന്റൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പോൾസിൽ 7 ആണെങ്കിൽ ഇക്വേറ്ററിൽ എന്ത് തന്നെയായിരിക്കും? 7 തന്നെ ആയിരിക്കും. വ്യത്യാസം വരുന്നത് പോളിലാണെങ്കിൽ വെർട്ടിക്കലി താഴത്തോട്ടേക്ക് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, ഇക്വേറ്ററിലാണെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഡയറക്ഷൻ മാറും, ബട്ട് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് റിമെയിൻ കോൺസ്റ്റന്റ്. ഓപ്ഷൻ സി തന്നെയായിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ 49 എ കിട്ടി, 50 ബി കിട്ടി, 51 സി കിട്ടി, 51 ബി കിട്ടി, 52 സി കിട്ടി, 53. നെക്സ്റ്റ് 54ാമത്തെ ചോദ്യം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അഗൈൻസ്റ്റ് ദർ ഡിറ്റക്ഷൻ ആർ മാച്ച്ഡ് മിസ്മാച്ച്. മിസ്മാച്ച് ഇതിൽ ഓപ്ഷൻ ഡി ആണ്. അൾട്രാ വയലറ്റ് റേസ് നമ്മൾ തെർമോപൈൽ വെച്ചൊന്നും കണ്ടുപിടിക്കില്ല. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ്. ഗാമ അയണൈസേഷൻ ചാമ്പർ, മൈക്രോവേവ്, പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്, യു വി ഫോട്ടോഗ്രാഫിക് ഫിലിം ആണെങ്കിൽ യു വി യൂസ് ചെയ്യും, ഇതിനും യു വി യൂസ് ചെയ്യും. എക്സ്റേസും ഫോട്ടോഗ്രാഫിക് ഫിലിം യു വിക്കും യൂസ് ചെയ്യാം. ഇൻഫ്രാറെഡ് ബോളോമീറ്റേഴ്സ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, in an electromagnetic wave oscillating electric field and magnetic field vectors are oriented. നമുക്കറിയാം രണ്ടും എങ്ങനെയായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? which in turn perpendicular to the direction of propagation ആയിരിക്കും. ഓപ്ഷൻ എ എന്താ പറയുന്നത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വിത്ത് എ ഫേസ് ഡിഫറൻസ് π/2. അതല്ലേ കറക്റ്റ്? സെയിം ഡയറക്ഷൻ ആയിരിക്കില്ല. ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റാണ്. ഫേസ് ഡിഫറൻസ് π അല്ല. അല്ല, ഓപ്ഷൻ ഡി എന്താ? സെയിം ഡയറക്ഷൻ അല്ല. ഓപ്ഷൻ ഇ ആർ ഇൻ ഫേസ്, ഒരേ ഫേസിലായിരിക്കും. അവിടെ നമ്മൾ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? π/2 ആയിരിക്കും. ഓപ്ഷൻ എ. 55 ഓപ്ഷൻ എ. 56 ഫ്രസ്നൽ ഡിഫ്രാക്ഷൻ ഓഫ് എൻ അപ്പർച്ചർ എ ഇലുമിനേറ്റഡ് ബൈ എ പാരലൽ ബീം ഓഫ് ലൈറ്റ്. വാലിഡിറ്റി ഓഫ് റേ ഒപ്റ്റിക്സ്. ഇതിന്റെ വാലിഡിറ്റി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. a²/λ. a²/λ ഓപ്ഷൻ ഡി ആണ്. ദെൻ 57 അപ്പാരന്റ് ഡെപ്ത് ലൈയിങ് ഇൻ എ വാട്ടർ ബീക്കർ ഈസ് 9 സെന്റിമീറ്റർ. വേറൊരു ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ഇവിടെ ഒരു ലിക്വിഡിന്റെ അപ്പാരന്റ് ഡെപ്ത് നമുക്കറിയാം mu ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ആണ്. ക്ലിയർലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അപ്പാരന്റ് ഡെപ്ത് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അപ്പാരന്റ് ഡെപ്ത് ആണ്. അപ്പൊ അപ്പാരന്റ് ഡെപ്തിന്റെ ലിക്വിഡും അപ്പാരന്റ് ഡെപ്തിന്റെ വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? mu വാട്ടർ ബൈ mu ലിക്വിഡ് ചെയ്താൽ മതി. mu വാട്ടർ ബൈ mu ലിക്വിഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് mu വാട്ടർ എത്ര തന്നിരിക്കുന്നത്? 4/3 ആണ്. mu ലിക്വിഡ് എന്ന് വെച്ചാൽ 1.5. 4/3/3/2 you will get 8/9 എന്ന് കിട്ടും. or h liquid equal to 8/9 into h water എന്ന് കിട്ടും. 8/9 into what is h water തന്നിരിക്കുന്നത്? 9. you will get 8 centimeter. 8 centimeter option E. So 57 answer is option E. So നമുക്ക് എന്തൊക്കെ കിട്ടി? 54 D കിട്ടി, 55 A കിട്ടി, 56 D കിട്ടി, 57 E കിട്ടി. Then 58 ഒരു കോൺകേവ് മിററിന്റെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് -10 സെന്റിമീറ്റർ. ഇമേജ് ഇൻ ഫ്രണ്ട് തന്നെയാണ്, -20 സെന്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ എന്താന്നല്ലേ? ഇക്വേഷൻ -v/u. മൈനസ് ഓഫ് -20/-10 കിട്ടും. സോ -2 ഓപ്ഷൻ സി. Then Young's double slit experimental wavelength λ1 λ2 bandwidth β1 β2. അതിൽ β1/β2 equal to 3/2 ആണെങ്കിൽ what is λ1/λ2? 3/2 തന്നെ ആയിരിക്കും. ഓപ്ഷൻ ഡി. എന്തുകൊണ്ടാ? ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ ആണ്. സോ 3:2 തന്നെ ആയിരിക്കും. 60ാമത്തെ ചോദ്യം. പോളറൈസിംഗ് ആംഗിൾ തീറ്റ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu ആണെങ്കിൽ ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി ആണെങ്കിൽ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ mu എന്ന് വെച്ചാൽ എന്താ? പോളറൈസിംഗ് ആംഗിൾ ടാൻ തീറ്റ പി ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? mu ഈക്വൽ ടു 1/sin സി എന്ന് എഴുതാം. 1/sin ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് എഴുതാം. സോ യു വിൽ ഗെറ്റ് ടാൻ തീറ്റ പി ഈക്വൽ ടു 1/sin തീറ്റ സി, അല്ലെങ്കിൽ ടാൻ തീറ്റ പി ഇൻറ്റു സൈൻ തീറ്റ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ടാൻ തീറ്റ പി ഇൻറ്റു സൈൻ തീറ്റ സി ഈക്വൽ ടു 1 വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അതുപോലെ 61ാമത്തെ ചോദ്യം. രണ്ട് മെറ്റീരിയൽസ് എയും ബിയും, ഇതിന്റെ വർക്ക് ഫംഗ്ഷൻ 3v, ഇതിന്റെ വർക്ക് ഫംഗ്ഷൻ 4v തന്നിട്ടുണ്ട് അല്ലെ? രണ്ടിന്റെയും കൈനറ്റിക് എനർജി 1ev ആണെന്ന് അറിയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ എനർജി ഓഫ് എ കണ്ടുപിടിക്കുക. ടോട്ടൽ എനർജി ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
അതിന്റെ 5-1 പ്ലസ് കൈനറ്റിക് എനർജി ചെയ്താൽ മതി. 3 + 1 = 4 eV എന്ന് കിട്ടും. അതേപോലെ ടോട്ടൽ എനർജി ഓഫ് ബി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5-2 പ്ലസ് അതിന്റെ കൈനറ്റിക് എനർജി. അപ്പൊ 4 + 1 = എന്ത് കിട്ടും? അത് 5 eV എന്ന് കിട്ടും. സോ ടോട്ടൽ എനർജി ഓഫ് എ ബൈ ടോട്ടൽ എനർജി ഓഫ് ബി ഈക്വൽ ടു എന്ത് കിട്ടും? 4:5 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ബി ബൈ ലാംഡ എ ആയിരിക്കും. കാരണം എന്താ? ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ hc/λ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ ആണ് അല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഇസ് ലാംഡ ബി നമുക്ക് അറിയില്ല. ലാംഡ എ എത്രയാണ് തന്നിരിക്കുന്നത്? ലാംഡ എ 500 നാനോമീറ്റർ. അപ്പൊ ഇവിടുന്ന് ലാംഡ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 4/5 × 500 ചെയ്യുക, നിങ്ങൾക്ക് 400 നാനോമീറ്റർ എന്ന് കിട്ടും. 400 നാനോമീറ്റർ ഓപ്ഷൻ 400 നാനോമീറ്റർ ഓപ്ഷൻ എ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 58 സി കിട്ടി, ഡി കിട്ടി, ഓപ്ഷൻ ബി കിട്ടി, അതുപോലെ 61 ഓപ്ഷൻ എ എന്ന് കിട്ടി. Then 62ാം ചോദ്യം, മൊമെന്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് പ്രോട്ടോൺ. സോ പി മൊമെന്റം പി ആൽഫ എന്ന് വെച്ചാൽ റേഷ്യോ പ്രോട്ടോണിന്റെയും ആൽഫന്റെയും മൊമെന്റത്തിന്റെ റേഷ്യോ 1:2. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് നമുക്കറിയാം, ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം ആണ് അല്ലേ? ലാംഡ = h/p അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം ആണ്. അപ്പൊ ലാംഡ ആൽഫ ബൈ ലാംഡ പ്രോട്ടോൺ എന്തായിരിക്കും? തിരിച്ചു വരും, 2:1 എന്ന് കിട്ടും. 2:1 ഓപ്ഷൻ ഇ. അതുപോലെ ഡ്യൂറിംഗ് ബീറ്റ മൈനസ് ഡികെ വാട്ട് ഹാപ്പൻസ്? അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1 അല്ലേ? അറ്റോമിക് നമ്പർ 1 കൂടും. സോ പ്രോട്ടോൺ ആയിരിക്കും, ഈ പ്രോട്ടോൺ നമ്പർ ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. ദെൻ 64ാമത്തെ ചോദ്യം, 64 300 മെഗാവാട്ട് പവർ കിട്ടണമെങ്കിൽ 10⁻18 ഫിഷൻ നടക്കണം. 360 മെഗാവാട്ട് കിട്ടണമെങ്കിൽ എക്സ്ട്രാ എത്ര നമ്പർ, അഡീഷണൽ നമ്പർ ചോദിക്കുന്നു. ഇപ്പൊ നോക്കിയേ, ഇവിടെ റേഷ്യോ എന്താ? 300:360 എന്ന് വെച്ചാൽ റേഷ്യോ എത്രയാ? 5:6 അല്ലേ? 5:6. അതില് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഈ 5 യൂണിറ്റ് 5ന്റെ സ്ഥാനത്താണ് 10⁻18 വന്നിരിക്കുന്നത്. ഓക്കെ, 5 യൂണിറ്റ് ഈക്വൽ ടു 10⁻18. 5 യൂണിറ്റ് ആണ് 10⁻18. അഡീഷണൽ എത്ര കിട്ടണം? 5 6 ആവണമെങ്കിൽ അഡീഷണൽ 1 യൂണിറ്റ് കിട്ടിയാൽ പോരെ? 5 6 ആവണമെങ്കിൽ അഡീഷണൽ 1 യൂണിറ്റ് കിട്ടിയാൽ പോരെ? 5 യൂണിറ്റ് 10⁻8 ആണെങ്കിൽ 1 യൂണിറ്റ് എന്തായിരിക്കും? 10⁻18/5 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0.2 × 10⁻18 ആയിരിക്കും, അല്ലെങ്കിൽ 2 × 10⁻17 ആയിരിക്കും. 2 × 10⁻17 ഓപ്ഷൻ 2 × 10⁻17 എത്രയാ? ഓപ്ഷൻ ഇ ആണ്. അടുത്ത ചോദ്യം, റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി അല്ലെ? ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഷ്യോ എന്താ? 1:1 ആണ്. തിരിച്ചില്ലേ? -1:1 എന്തായാലും -1 ആയിരിക്കും. -1:1 ആയിരിക്കും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. നമുക്ക് എന്തൊക്കെ കിട്ടി? മൊമെന്റം 2:1 കിട്ടി, പ്രോട്ടോൺ നമ്പർ കിട്ടി, 2 × 10⁻17 കിട്ടി, -1 കിട്ടി. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, രണ്ട് ന്യൂക്ലിയന്റെ മാസ് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 3:2. അപ്പൊ ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് കോൺസ്റ്റന്റ് ആണ്. ഏത് ന്യൂക്ലിയസ് ആണെങ്കിലും ഡെൻസിറ്റി കോൺസ്റ്റന്റ് റേഷ്യോ 1 ആയിരിക്കും. ദെൻ ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താ സംഭവിക്കുന്നത്? ഹോൾ മൈനോറിറ്റി ആണോ? അല്ല, മെജോറിറ്റി ആണ്. വാക്കൻസി ഓഫ് ഹോൾ എന്താ? നെഗറ്റീവ് ആണോ? അല്ല, പോസിറ്റീവ് ആണ്. ഇമ്പ്യൂരിറ്റി ആയിട്ട് ഡോണർ ആണോ? അല്ല, എക്സെപ്റ്റർ ആണ്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണോ ആഡ് ചെയ്യുന്നത്? അല്ല, ട്രൈവാലന്റ് ആണ്. ഇലക്ട്രോൺ വിൽ മൂവ്. അപ്പൊ ഓപ്ഷൻ ഇ ആയിരിക്കും ഉത്തരം. 68ാമത് ചോദ്യം, എമിറ്റർ കറന്റ് ഈക്വൽ ടു 6 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. കറന്റ് ഗെയിൻ കോമൺ ബേസ് ആണെങ്കിൽ ആൽഫ ഈക്വൽ ടു 0.95. അപ്പൊ ബീറ്റ എന്തായിരിക്കും? ആൽഫ ബൈ 1 മൈനസ് ആൽഫ. 0.95/1 മൈനസ് 0.95 ചെയ്യുമ്പോൾ 0.95/0.05 you will get 90. ബീറ്റ ഈക്വൽ ടു 19 എന്ന് കിട്ടും. വാട്ട് ഇസ് ബീറ്റ ഈക്വൽ ടു? ബീറ്റ എന്ന് വെച്ചാൽ IC/IB ആണ്. ബീറ്റ ഈക്വൽ ടു
IC. What is IC means? IE minus IB by IB. That is 19 IB equal to IE minus IB. Or 20 IB equal to IE. So what is IB equal to? Adale chodyam. IE by 20 ചെയ്താൽ മതി. What is IE? 6 milliampere by 20. 6 by 20 is 3 by 10. 0.3 milliampere. 0.3 milliampere option B. So 68 option B. 69 compound semiconductor used for making LED. LED എങ്ങനെ ഉണ്ടാക്കുന്ന gallium arsenide phosphide അല്ലേ? ഓപ്ഷൻ എ. എൻസെറ്റ് നോക്കിയാൽ മതി. ഓപ്ഷൻ എ ആണ്. സോ നമുക്ക് റേഷ്യോ ഓപ്ഷൻ 66 ഡി കിട്ടി, 67 ഇ കിട്ടി, 68 ബി കിട്ടി, 69 എ കിട്ടി. സോ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ. The transistor amplifier along with the tank circuit with positive feedback will act as. Positive feedback oscillator act ചെയ്യുന്ന പ്രത്യേകം എൻസിആർടിയിൽ പറയുന്നുണ്ട്. ഓപ്ഷൻ ഇ. അതിൽ 71 in transmitter audio signal frequency omega m, carrier omega c, band pass filter. റിജക്ട് എന്താണെന്ന ചോദ്യം. വാട്ട് ഈസ് റിജക്ട്? നമുക്കറിയാം ഒരു ബാൻഡ് പാസില് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതൊക്കെ ഫ്രീക്വൻസി ആയിരിക്കും? ഔട്ട്പുട്ട് ഒമേഗ സി ഉണ്ടാവും, ഒമേഗ സി പ്ലസ് ഒമേഗ എം ഉണ്ടാവും, ഒമേഗ സി മൈനസ് ഒമേഗ എം ഉണ്ടാവും. അതിലില്ലാത്തത് ആരൊക്കെയാ? ഓപ്ഷൻ സി. റിജക്ട് ചെയ്യുന്നത് ഒമേഗ എമ്മും 2 ഒമേഗ സി ആണ്. ഈ മൂന്നെണ്ണം ഔട്ട്പുട്ട് ആയിട്ടുണ്ടാവും. ആൻഡ് ലാസ്റ്റ് വൺ, പിക്ക് ഔട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ സത്യം പറയട്ടെ, എനിക്ക് 4 ഓപ്ഷനും എനിക്ക് പോലും അറിയില്ല. എനിക്കറിയില്ല, ഞാൻ ബൈഹാർട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇത് എനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു. ഡിജിറ്റൽ സിഗ്നലിന്റെ സൈൻ വേവ് ആയിരിക്കില്ല. ഡിജിറ്റൽ സിഗ്നൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പൾസ് ആയിരിക്കും അല്ലെ? പൾസ്, ഇങ്ങനെ ഒരു വേവ് ആയിരിക്കും ഡിജിറ്റൽ സിഗ്നൽ. അപ്പൊ പിന്നെ അതായിരിക്കും ഉത്തരം. ഓപ്ഷൻ ഇ ആണ് ഉത്തരം. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? 70 ഓപ്ഷൻ ഇ കിട്ടി, 71 സി കിട്ടി, 72 ഇ കിട്ടി. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ ഡൗട്ട് ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. താങ്ക് യു.